എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. അത് പണ്ടേ ഉള്ളതാണ്. അമ്മയുടെ അനിയത്തിമാർക്ക് രണ്ട് പുറമാർക്ക് വായനോട്ടമുള്ളതാണ്. ഞാൻ ചെന്നാലുണ്ട് വായനോട്ടം. ഞാൻ എത്ര ഒരു വീട് വെച്ച് മാറ്റി നിങ്ങൾ അവിടെ പോയി താമസിപ്പിക്കണം, എന്നിട്ട് ക്യാമറ വെക്കണം, എന്നിട്ട് ഏത് പൂർവ്വമാർ എന്റെ വീട്ടിൽ വന്ന് ഞാൻ നോക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? സ്വന്തം ഭാര്യ വീട്ടിലുണ്ട്, സ്വന്തം ഭാര്യ നോക്കാണ്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ വായ നോക്കിക്കും. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. സ്വന്തം മക്കളുണ്ട്, അവളമാരെ പോയി നോക്കാണ്ട് അപ്പുറത്തെ ഇപ്പോഴുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ നോക്കിക്ക. എന്നെ നാണം കെടുത്താൻ തന്നെ ഉദ്ദേശം. നോക്ക്, വെറുതെ ഇടങ്ങേറുണ്ടാക്കണ്ട. അവരെ ആൾക്കാരെങ്കിലും ഡ്യൂട്ടിയിൽ പോയി വാ പൊളിച്ച് നോക്കിക്ക. ഞാൻ ചെന്നാ ഞാൻ എന്നെ ഇങ്ങനെ നോക്കിക്ക. ഇതൊക്കെ തന്നെ പരിപാടി. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. അവള് ട്യൂഷൻ കഴിഞ്ഞ് വൈകിട്ട് 7 മണിയാകുമ്പോൾ വരുമ്പോന്നേ അവള് വഴി കൂടെ വരും. ആ പൂരൻ അവിടെ നിന്നിട്ട് ആ മരി ഇങ്ങനെ നോക്കിന്ന് കുഞ്ഞാറ്റേനെ. അവൾക്ക് പേടിയേ. ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എന്താ കാര്യം? ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായി കുട്ടനാരെ. നേരെ ആൾക്കില്ല. നമ്മുടെ അനിയത്തിമാരെ ഭർത്താക്കന്മാരെ കുഴപ്പം. ദൈവമേ ഇവിടുന്ന് നാശമാക്കും. ഞാനിപ്പോ ഞാൻ പോകുന്നുണ്ട്. ഒന്നാമത്തെ ഈ അച്ചാച്ചൻ അവിടെ അച്ചാച്ചൻ അമ്മച്ചിയുടെ സ്വന്തം അനിയത്തിയുടെ ഭർത്താവാ. ഒരു വൃത്തിയായിട്ട് മരുന്നാ. അമ്മച്ചിയുടെ കണ്ട വായ നോക്കി വെക്കും. നാണക്കേടായല്ലോ. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ പിന്നെ ആ അച്ചാച്ചൻ വായ നോക്കാൻ പറ്റില്ല. എന്നെ വേറെ അനിയത്തിയുടെ ഭർത്താവാ നോക്കുക. ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്ക? എന്റെ ചേച്ചീന്റെ അടുത്ത് നിന്ന് ചേച്ചീനെ കാണുന്ന ചേച്ചീനെ വായ നോക്കിക്കൂ. കുറച്ചൊക്കെ സംസ്കാരം വേണോടാ, മാറി നിൽക്ക്. അന്ന് അവർക്ക് നല്ലൊരു ഭാര്യയുണ്ട്, മക്കളും ഉണ്ട്. അവരൊന്നും വായ നോക്കൂല. എന്നെ അമ്മച്ചീനെ ചേച്ചിനെ മാത്രം വായ നോക്കി വെക്കും. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയിക്കണം തുറങ്ങണം. പാവട ഗ്രീൻ തന്നെ, അല്ല ചുമല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അന്നെന്താ ചെട്ടിയുടെ കളർ പറ. ഇത് ചെട്ടിയുടെ കളർ പറഞ്ഞു തരൂ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. റോസാണ് ചെട്ടിയുടെ കളർ. അല്ല ഞാനീ പറഞ്ഞ തെറ്റാണോ? അയ്യോ ചെട്ടി ഇട്ടിട്ടുണ്ടോ നോട്ടത്? ഇല്ല. അയ്യേ, അപ്പൊ നീ ഇപ്പോ ഇല്ലെന്നേ. ആ കള്ളം കെട്ടുന്ന ബാഗിലായിരുന്നില്ല അത്. ഞാൻ രാത്രി കിടന്ന് കൂടിയിട്ട് ചുമ്മാ സത്യം.